നമസ്കാരം. മണിപ്പൂരിലെ ബിഷ്ണുപൂർ ജില്ലയിലെ മൊയ്രാങ്ങിൽ വീടിന് നേർക്കുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ 2 പിഞ്ചുകുട്ടികൾ കൊല്ലപ്പെട്ടു. അതിർത്തി സുരക്ഷാ സേനാംഗത്തിന്റെ കുടുംബത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഏപ്രിൽ 7-ന് പുലർച്ചെയുണ്ടായ ആക്രമണം. 5 വയസ്സുള്ള മകനും 5 മാസം പ്രായമുള്ള കുഞ്ഞുമാണ് ദാരുണമായി മരിച്ചത്. മൊയ്രാങ്ങിലെ ട്രോങ്ലോബി അവാങ് ലേക്കായിലുള്ള BSF ജവാൻ ഓയിനം മലങ്കൻബയുടെ വീടിന് മുകളിലാണ് റോക്കറ്റ് പതിച്ചത്. ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചികിത്സയിൽ കഴിയുകയുമാണ്. സംഭവത്തിൽ രോഷാകുലരായ നാട്ടുകാർ ബിഷ്ണുപൂർ വഴി കടന്നുപോയ 2 ഓയിൽ ടാങ്കറുകൾക്കും ഒരു ട്രക്കിനും തീയിട്ടു. കുറ്റക്കാർക്കെതിരെ ഉടനടി നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ മൊയ്രാങ് പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ സുരക്ഷാ സേന മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു. മുൻകരുതൽ നടപടിയായി താഴ്വരയിലെ സ്കൂളുകൾക്ക് അധികൃതർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സായുധ സംഘങ്ങൾ സജീവമായ ചുരാചന്ദ്പൂർ ജില്ലയുടെ അതിർത്തി പ്രദേശമായതിനാൽ ഈ മേഖലയിൽ നേരത്തെയും സുരക്ഷാ ഭീഷണി നിലനിന്നിരുന്നു. സമീപകാലത്ത് മേഖലയിലെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് സുരക്ഷാ സേനയ്ക്ക് വലിയ വെല്ലുവിളിയായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ആക്രമണം മണിപ്പൂരിൽ നിലനിൽക്കുന്ന അശാന്തിയും സുരക്ഷാ വെല്ലുവിളിയും കൂടുതൽ രൂക്ഷമാക്കുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. മൊയ്രാങ്ങിലെ ട്രോങ്ലോബി അവാങ് ലേക്കായിലുള്ള ജവാന്റെ വീടിന് മുകളിലേക്ക് റോക്കറ്റ് നേരിട്ട് പതിക്കുകയായിരുന്നു. ആക്രമണ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ജവാന്റെ ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അവരെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ അവർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പ്രദേശം സായുധ സംഘങ്ങൾ സജീവമായ ചുരാചന്ദ്പൂർ ജില്ലയുടെ അതിർത്തിയിലായതിനാൽ മലനിരകളിൽ നിന്നാണ് റോക്കറ്റ് തൊടുത്തതെന്നാണ് പ്രാഥമിക നിഗമനം. പിഞ്ചുകുഞ്ഞുങ്ങളുടെ മരണം പുറംലോകം അറിഞ്ഞതോടെ ബിഷ്ണുപൂർ ജില്ലയിൽ വ്യാപകമായ പ്രതിഷേധം അരങ്ങേറി. രോഷാകുലരായ നാട്ടുകാർ തെരുവിലിറങ്ങി അക്രമാസക്തരായി. ബിഷ്ണുപൂർ വഴി കടന്നുപോയ 2 ഓയിൽ ടാങ്കറുകൾക്കും ഒരു ട്രക്കിനും പ്രതിഷേധക്കാർ ഇതിനോടകം തീയിട്ടിട്ടുണ്ട്. കുറ്റവാളികൾ ഉടനടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് 100 കണക്കിന് ആളുകൾ മൊയ്രാങ് പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനും സ്ഥിതിഗതികൾ ശാന്തമാക്കാനും സുരക്ഷാ സേനയ്ക്ക് കഠിന പ്രയത്നം നടത്തേണ്ടി വന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മേഖലയിൽ ഇന്റർനെറ്റ് നിയന്ത്രണങ്ങളും നിരോധനാജ്ഞയും കർശനമാക്കിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് മണിപ്പൂർ താഴ്വരയിലെ എല്ലാ സ്കൂളുകൾക്കും അധികൃതർ അവധി പ്രഖ്യാപിച്ചു. മണിപ്പൂരിൽ നടന്നിട്ടുണ്ടായിരുന്ന സായുധ കലാപങ്ങളുടെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ നിരവധി ആളുകളുടെ ജീവനെടുത്ത മണിപ്പൂരിലെ കലാപത്തിന് സമാനമായൊരു അവസ്ഥ കൂടി ഇനി സഹിക്കാൻ മണിപ്പൂരിന് സാധിക്കില്ല. ഈ സാഹചര്യത്തിലാണ് റോക്കറ്റ് വന്ന് പതിച്ചൊരു ജവാന്റെ വീട്ടിലേക്ക് പതിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും 2 പിഞ്ചു കുട്ടികൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇതെന്തായാലും കലാപത്തിനുള്ള ആഹ്വാനം എന്ന രീതിയിലേക്ക് ആളുകൾ എടുത്തിട്ടുണ്ട്. എന്തായാലും സ്ഥിതിഗതികൾ നിലവിലും അശാന്തമായി തന്നെ തുടരുകയാണ്. എന്തായാലും കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സായുധ ഗ്രൂപ്പുകൾ അത്യാധുനിക ആയുധങ്ങളും ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിക്കുന്നത് സുരക്ഷാ സേനയ്ക്ക് എന്തായാലും കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ബിഷ്ണുപൂർ, ചുരാചന്ദ്പൂർ അതിർത്തികളിൽ കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ആക്രമണം നടത്തിയ സായുധ സംഘങ്ങളെ കണ്ടെത്താൻ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും കർശനമാക്കി. സാധാരണക്കാർക്ക് നേരെ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് നേരെ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ മണിപ്പൂരിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. മണിപ്പൂരിൽ മാസങ്ങളായി തുടരുന്ന അശാന്തിയുടെ തുടർച്ചയായാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തിന് വേണ്ടി അതിർത്തിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു ജവാന്റെ കുടുംബത്തിന് പോലും നാട്ടിൽ സുരക്ഷയില്ല എന്നത് അതീവ ഗൗരവകരമായ സാഹചര്യമാണ്.